നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇത് പഞ്ചമതിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ്. നാളെ 29-ാം തീയതി ചൊവ്വാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. നാഗപഞ്ചമിയും ഗരുഡപഞ്ചമിയും ഒന്നിച്ചു വരുന്ന മഹാവിശേഷപ്പെട്ട ഒരു നാള്. ഇന്ന് രാത്രി 9 മണി വരെ നിങ്ങൾക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. മാക്സിമം ഞാൻ ഒരു 12 മണി വരെയുള്ള പേരുകൾ എടുക്കും. ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എഴുതി അയച്ചോളുക. പേയ്മെൻറ്റ് ചെയ്യാൻ സർവർ ഇഷ്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് എനിക്ക് ചെയ്തോളുക. ഒന്നും വറി ചെയ്യേണ്ട കാര്യമില്ല. പറയുന്ന ടൈമിനുള്ളിൽ നിങ്ങളുടെ കോരിക്ക നിങ്ങൾ എഴുതി അയച്ചോളുക. പിന്നെ എല്ലാവരോടും വേറൊരു റിക്വസ്റ്റ് ഉണ്ട്. പേയ്മെൻറ്റ് മാത്രം ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽസ് അയക്കാതിരുന്നാൽ എനിക്ക് അത് എടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൂടെ അയച്ചോളുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വരുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താന്ന് പറയുന്നതിന് മുന്നേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് ചതുർത്ഥിയാണ്. അതും നാഗചതുർത്ഥി, തിങ്കളാഴ്ച, ആടിമാസത്തിലെ പൂരം നാള്. ആടിപ്പൂരവും നാഗചതുർത്ഥിയും ഒന്നിച്ചു വരുന്ന ദിവസം. ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ളതാണ്. അതിനാൽ എല്ലാവരും നന്നായിട്ട് വിനിയോഗിച്ചു കൊള്ളുക. ഗണപതി ഭഗവാനെ ദർശിക്കുന്നതും നാഗദോഷങ്ങളെല്ലാം മാറിക്കിട്ടാനായിട്ട് നാഗക്ഷേത്ര ദർശനവും എല്ലാം നിങ്ങൾ ചെയ്തോളുക. ഇനി ഇന്നത്തെ പതിവ് എന്താന്ന് നോക്കാം. ഇന്ന് രാത്രി, അതായത് ഇന്ന് തിങ്കളാഴ്ച രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട സൂപ്പറായ ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ ദിവസം അത്രയ്ക്കും പവർഫുൾ ആണ്. അതിനാൽ ഇന്ന് തന്നെ നിങ്ങൾ ഇത് ചെയ്തോളുക. ഇന്നിപ്പോൾ പറ്റാത്തവരാണെങ്കിൽ നാളെ പഞ്ചമി തിഥിയിൽ ചെയ്തോളുക. അതല്ല വെച്ചാൽ ആഴ്ച സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ചെയ്തോളുക. ഗുഡ് ലക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ഗുഡ് ലക്ക് എന്ന വിഷയം നിങ്ങൾ എന്ത് അളവിന് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും എണീക്കുമ്പോളെ ഗുഡ് ലക്ക് നടക്കുന്നു, കേട്ടതെല്ലാം നടക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നടക്കുന്നു എന്ന്. ഇനി അടുത്തടുത്ത് പറയുന്ന ഓരോരോ വിഷയവും നമുക്ക് ഹാപ്പി ആയിരിക്കും. നമ്മൾ എന്ത് കരുതിയാലും അത് നന്നായിട്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് അനുകൂലമായിട്ട് നടക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നത് പോലെ ആ ദിവസം ഇരുന്നാൽ അങ്ങനെ മാത്രം നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കൊള്ളുക. പറഞ്ഞു മനസ്സിലായല്ലോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നാൾ നടക്കുന്നു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. അതായത് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്കത് നടന്നു കിട്ടുന്നു. ആ കാര്യങ്ങൾ ഒരു 7 മണി നേരത്തിൽ മീൻസ് 7 hours നടക്കുന്നു എന്നാൽ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ ഒരു പവറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയത്തിൽ ഇരിക്കുന്നത്. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ്. സ്വിച്ച് വേർഡ്സ് എന്നത് ഏതളവിന് പവർഫുൾ എന്നെന്ന് നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അറിയാം. നിറയെ മുറകൾ നിങ്ങൾ ചെയ്തിരിക്കും. സ്വിച്ച് വേർഡ്സ്, സ്വിച്ച് നമ്പർ, സിമ്പിൾസ് ഇങ്ങനെ നിറയെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ പല വീഡിയോയിലും കാണിച്ചിട്ടുമുണ്ട്. സോ അതുപോലെ നമ്മൾ ചെയ്യേണ്ട ആഴ്ചയിൽ ഫസ്റ്റ് ഡേ, അതായത് ഇന്ന് മൺഡേ അല്ലേ, തിങ്കളാഴ്ച, ആഴ്ചയിലെ ആദ്യത്തെ ദിവസം ഈ വിഷയം നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ആ ആഴ്ച, ആ വീക്ക് ഫുള്ളായിട്ട് നമുക്ക് നല്ലത് മാത്രമേ നടക്കത്തുള്ളൂ. ഓരോന്നോരോന്നായിട്ട് ഒന്നൊന്നായിട്ട് നമ്മൾ എന്ത് ചോദിക്കുന്നുവോ അതെല്ലാം ലയൻ ബൈ ലയൻ ആയിട്ട് നമുക്ക് നമ്മുടെ വരാഹിയമ്മ നടത്തിത്തരും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണിത്. ഇതൊരു സ്വിച്ച് വേർഡ് ആണെങ്കിലും വരാഹിയമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഈ മെത്തേഡ് വന്നിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ആഴ്ചയിലെ ഫസ്റ്റ് ഡേ, അതായത് മൺഡേ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മൺഡേ സെലക്ട് ചെയ്തോളുക. ഓരോരോ വഴിപാട്, സ്വിച്ച് വേർഡ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനായിട്ട് ഓരോരോ ദിവസങ്ങൾ ഇരിപ്പുണ്ട്. ആ ഡേയ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് പവർഫുൾ ആയിട്ട് വർക്കൗട്ട് ആവും. അതീവ ശക്തിയാർന്ന പഞ്ചമി, അമാവാസി, പൗർണമി, ഈ നാളുകൾ എല്ലാം പ്രപഞ്ച ശക്തിയിലിരിക്കുന്നതാണ്. ഈ നാളുകൾ വരുമ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇന്ന് ആടിപ്പൂരവും കൂടെയാണ്, നാഗചതുർത്ഥിയും. സോ ഇന്നത്തെ ദിവസം നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും കാരണത്തിൽ മിസ്സാക്കിയാൽ നിങ്ങൾ നാളെ ചെയ്തോളുക. അതല്ലെങ്കിൽ ആഴ്ചയിലെ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മൺഡേ, തിങ്കളാഴ്ച സ്റ്റാർട്ടിങ് എന്നത് ഒരു ഉത്തമമായ കാര്യം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ, ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു കളർ പേപ്പർ എടുത്തോളുക. ഏതോ ഒരു പേപ്പർ അത് നിങ്ങൾ എടുത്തോളുക. എന്നിട്ട് പെൻ വന്നിട്ട് ഗ്രീൻ കളർ, പച്ച കളറിലെ സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ എന്തെങ്കിലും എടുക്കുക. പച്ച കളർ തന്നെ യൂസ് ചെയ്യണം, വേറെ കളർ എടുക്കാൻ പാടില്ല. എന്നതിന് ശേഷം ഈ പേപ്പറിൽ ഒരു വരയിടുക, മീൻസ് കോഡ് വരയ്ക്കുക. ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നത് കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക. എടുത്ത് പറയാണ്, ഗ്രീൻ കളർ പെൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ കളറൊന്നും എടുക്കരുത്. ഇത് എങ്കിൽ വർക്കൗട്ട് ആവത്തില്ല. അപ്പോ ഒരു വര വരച്ചുല്ലോ, കോഡ് വരച്ചുല്ലോ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ സെന്ററിലായിട്ട് കുറച്ച് മേലെയായിട്ട് കാണുന്നില്ലേ, ഇവിടെ ഒരു ചെറിയ വര, ക്രോസ് ആയിട്ട് ഒരു ചെറിയ വര കൊടുക്കുക. ദെൻ താഴെയായിട്ട് ഒരു ആരോ മാർക്ക്. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നുവോ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്തോളുക. ഇത്രയും മനസ്സിലായല്ലോ? എന്നതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ഒരു ഹാഫ് സർക്കിൾ പോലെ വരയ്ക്കുക. വരച്ചുല്ലോ? ഞാൻ എന്ത് പറയുന്നുവോ അതുപോലെ ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾ ചെറിയ ഒരു വിഷയം സ്കിപ്പ് ചെയ്താലും ഇത് വർക്കൗട്ട് ആയില്ല. സോ ഗൗനായിട്ട് കണ്ട് മനസ്സിലാക്കി കേട്ടോളുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കാര്യം നിങ്ങൾക്ക് നടക്കണോ അത് വരാഹിയമ്മനക്ക് മുന്നേ പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്തോളുക. കാരണം എന്നാലേ അത് ഗുഡ് ലക്കായിട്ട് മാറുകയുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കൊള്ളുക. ഈ ഹാഫ് സർക്കിളിന്റെ കീഴെയായിട്ട് ഒരു വലിയ വര വരയ്ക്കുക. ദെൻ അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ വര വരയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്താ വെച്ചാല്, ഇതിൽ 3 ഡോട്ട് ഇടണം. ഇത്രയും വരച്ചതിന് ശേഷം ഫസ്റ്റ് ഇടതിൽ ഡോട്ട് ഇടുക. ദെൻ വലത് സൈഡിൽ, അത് കഴിഞ്ഞിട്ട് കീഴെയായിട്ട് ഡോട്ട് ഇട്ടോളുക. ഇത്രയും നിങ്ങൾ വരച്ചു കഴിഞ്ഞുല്ലോ. ഇതിന് താഴെയായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ഒന്ന് ഇരിക്കുന്നുണ്ട്. ആ വേർഡാണ് എഴുതേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫൈനല്. ഒരു ചെറിയ തുണ്ട് പേപ്പർ എടുത്തോളുക. വൈറ്റ് പേപ്പർ ആണ് ബെസ്റ്റ്. കൂടെ ഗ്രീൻ കളർ പെൻ തന്നെ എടുക്കുക. എന്നിട്ട് ഇതിൽ പറയുന്നത് പോലെ എല്ലാം വരച്ചുല്ലോ. എന്നിട്ട് താഴെയായിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് എഴുതണം. ജസ്റ്റ് വള്ളി 1 ടൈം അത് നിങ്ങൾ എഴുതി നിങ്ങളുടെ പേഴ്സിൽ വെച്ചോളുക. നിങ്ങൾ എന്ത് കാര്യം വേണമെന്ന് ആഗ്രഹിച്ചോ അതൊരു ഗുഡ് ലക്കായിട്ട് നിങ്ങൾക്ക് മാറും. കാരണം ആ വേർഡിന് അത്രയ്ക്കും ഒരു പവർ ഉണ്ട്. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം ഏതോ ഒരു തടസ്സത്തിനാലെ നടക്കില്ല എന്ന് നിങ്ങൾ വിട്ട കാര്യം
അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടെ ഇത് നടത്തിവെക്കും. ഇത് സാധാരണമായിട്ടല്ല, 7 മണി നേരത്തിൽ 7 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പവർ കൊണ്ടുതരും. 7 അവേഴ്സിനുള്ളിൽ ഇതൊരു മാജിക് ചെയ്യും. നിങ്ങൾ അവശ്യം ഇത് ചെയ്ത് പേഴ്സിൽ വച്ചോളുക. ദെൻ ഇത്രയും വരച്ചുല്ലോ. ഇനി ഞാൻ ഒരു വേർഡിനെ പറ്റി പറഞ്ഞില്ലേ, നോക്കൂ, ഇതാണ് ആ വേർഡ്. ഈ വേർഡ് ഒരേ ഒരു ടൈം നിങ്ങൾ എഴുതിയാൽ മതി. ഇത്രയും വരച്ചതിൻ്റെ കീഴെയായിട്ട് ഒരു ഡോട്ട് ഇട്ടല്ലോ, അതിൻ്റെയും കീഴെ ഇങ്ങനെ എഴുതുക: ഗുഡ് ലക്ക് ഫോളോസ് മീ. ഗുഡ് ലക്ക് ഫോളോസ് മീ. ഗുഡ് ലക്ക് ഫോളോസ് മീ. ഇത് മാത്രം നിങ്ങൾ വരച്ച് എഴുതി നിങ്ങളുടെ പേഴ്സിൽ വച്ചോളുക. നിങ്ങൾ ഏത് വിഷയത്തിനായിട്ട് പോകുന്നോ അത് ഗുഡ് ലക്കായിട്ട് മാറിയിരിക്കും. നിങ്ങൾ എന്ത് കാര്യം കരുതുന്നുവോ അത് നിങ്ങൾക്ക് ഗുഡ് ലക്കായി മാറും. നിങ്ങളുടെ നേരമേ ശരിയല്ല എന്ന് കരുതി നിങ്ങൾ എത്ര പുലമ്പിയാലും ആ നേരം കൂടെ നിങ്ങൾക്ക് ഗുഡ് ലക്കായി മാറും. അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇതിന്റെ പവർ വന്നിട്ട് 1 വീക്ക് ഇരിക്കും. 1 വീക്ക് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. ഇത് ഒരേ ഒരു തവണ ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ വച്ചോളുക. ഇനി 1 വീക്ക് വർക്ക് ചെയ്യും എന്ന് പറയുന്നതിനാല് ഡെയിലി ചെയ്യണോ എന്ന ഡൗട്ട് വേണ്ട. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീക്കിലി വൺസ് മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. മൺഡേ പുതിയതായിട്ട് നിങ്ങൾ ചെയ്ത് വച്ചോളുക. അപ്പോൾ ഈ പഴയ ഇരിക്കുന്ന പേപ്പർ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വഴിപാടുകൾക്കൊക്കെ ചെയ്തിട്ട് കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുമില്ലേ, അതുപോലെ ആദ്യം എഴുതി വെച്ച നമ്മൾ വരച്ചെഴുതിയില്ലേ പേപ്പർ, അത് കാൽപ്പെടാത്ത ഇടത്തിലേക്ക് എറിഞ്ഞു കളയുക. എന്നിട്ട് പുതുതായിട്ട് ഉള്ളത് നമ്മൾ വരച്ച് എഴുതി വെക്കുക. നല്ല ഒരു പവർ അത് നിങ്ങൾ ആ വീക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്നതാണ്. അത് മാത്രമല്ല 7 മണി നേരത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് ചെയ്യുന്നത് അതിനൊരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എഴുതിക്കൊള്ളുക: ഗുഡ് ലക്ക് ഫോളോസ് മീ. നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങളെ ഇത് ഫോളോ ചെയ്യും. നിങ്ങളുടെ ബാക്കിലേ വരും. ഏതെല്ലാം നെഗറ്റീവ് എന്ന് കരുതുന്നുവോ അതെല്ലാം ഗുഡ് ലക്കായിട്ട് നിങ്ങൾക്ക് മാറും. ഇങ്ങനെ ഫോളോ ചെയ്യും എന്ന ഒരു മീനിങ് ഇതിന് ഇരിക്കുന്നുണ്ട്. അതിനാല് ഇത് വന്നിട്ട് നിങ്ങൾ അവശ്യം ചെയ്ത് വച്ചോളുക. ഒരേ ഒരു തവണ ചെയ്താലും മതി. അധിക പക്ഷം ഒരു 5 മിനിറ്റ് ടൈമിന്റെ ആവശ്യമേ നിങ്ങൾക്കുള്ളൂ. വരാഹിയമ്മനെ പ്രാർത്ഥിച്ചോളുക. നന്നായിട്ട് എന്ത് കാര്യം നടക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് എഴുതിയിട്ട് അടിയിലായിട്ട് ഗുഡ് ലക്ക് ഫോളോസ് മീ ഇങ്ങനെ പറഞ്ഞ് എഴുതിക്കൊള്ളുക. മാത്രമല്ല, ഈ വേർഡ് ഗുഡ് ലക്ക് ഫോളോസ് മീ എന്ന വേർഡ് നിങ്ങൾ എന്ത് ആവശ്യത്തിന് ഇറങ്ങുന്നുവോ നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങളെ കൊണ്ട് എത്ര തന്നെ ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും ചൊല്ലുക. ഗുഡ് ലക്ക് ഫോളോസ് മീ, ഗുഡ് ലക്ക് ഫോളോസ് മീ. ഇത് നിങ്ങൾ ചൊല്ലുന്നതിലൂടെ എന്ത് മാറ്റം നടക്കുമെന്നാല്, നിങ്ങൾ എത്ര നെഗറ്റീവ് ആയിരുന്നാലും നിങ്ങൾ അറിയാതെ ഈ വേർഡ് നിങ്ങളിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കി ഒരു പോസിറ്റീവായിട്ടുള്ള പേഴ്സണായിട്ട് നിങ്ങളെ മാറ്റും. അത്രയ്ക്കും ശക്തി വന്നിട്ട് ഈ വേർഡിന് ഇരിക്കുന്നുണ്ട്. സോ നിറയെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുഡ് ലക്കായിട്ട് മാറും. അത് ഗുഡ് ലക്കായിട്ട് നടക്കും. 7 അവേഴ്സിൽ പോസിറ്റീവായ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. ചുമ്മാ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ. ഒരു റൂളും ഇല്ല, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. നോ റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. രാത്രി 11:50 മുന്നേ നിങ്ങൾ ചെയ്തേച്ചാൽ മാത്രം മതി. എന്ത് വേണേലും കഴിക്കാം. നോൺ വെജോ എന്തായാലും കഴിക്കാം, ഒന്നും പ്രശ്നമില്ല. പീരിയഡ്സ്, പുലവാലായ്മ, ഇതും ഒന്നും പ്രശ്നമില്ല. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. മൺഡേ ചെയ്യുക മീൻസ് ഇന്ന് രാത്രി 11:50 മുന്നേ നിങ്ങളിത് ചെയ്തോളുക. ഈ വീക്ക് ഫുള്ളായിട്ട് നിങ്ങൾക്ക് നല്ലത് തന്നെ നടക്കത്തുള്ളൂ. പേഴ്സിൽ വെക്കുക. ഇപ്പോൾ പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. പതിവ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും
നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.